അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സീനത്തിൻ്റെ വീട്ടിൽ അവളുടെ ഉമ്മ വിതുമ്പി കരയുകയാണ്. പെട്ടെന്ന് ആ പിതാവ് അങ്ങോട്ട് വന്നു. നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? നമുക്ക് അങ്ങനെ ഒരു മകളില്ല എന്ന് വിചാരിച്ചാൽ പോലെ. നമ്മളെയൊക്കെ ഇത്രയൊക്കെ വേദനിപ്പിച്ച് പോയി. പക്ഷെ വീണ്ടും അവൾ വീട്ടിൽ വന്ന് അവനെയും കൊണ്ടുവന്ന് അങ്ങനൊരു മകളേ ഇല്ല എനിക്ക്. ഇനി ഈ വീട്ടിലേക്ക് ഞാൻ കയറ്റില്ല. എന്നാൽ ആ ഉമ്മ വിതുമ്പി കരയുകയായിരുന്നു. ഇക്ക, എത്രയൊക്കെ തന്നെയാലും നമ്മളുടെ മോളല്ലേ, ഓള് ബോധമില്ലാതെ പറയായിരിക്കും ഇക്ക. അതെ, അവൾക്ക് ബോധം ഉണ്ടാവില്ല. സത്യമായിട്ടും അവൾ തിരിച്ചു വന്നോളും. എന്തിനാണ് ഇന്ന് തിരിച്ചു വരുന്നത്? ഒരിക്കൽ പോലും അവൾ തിരിച്ചു വരണ്ട. ഇനി ആവില്ല. ഒരു പ്രാവശ്യം പോയത് പോയെന്ന് വിചാരിക്കാം. എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും അവൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വരുമെന്ന് വെച്ചാൽ അവനെയും കൊണ്ട് അവൾ ധരിച്ച വസ്ത്രം എത്ര ഇസ്ലാമികമായിട്ടായിരുന്നു അവളെ ഞാൻ വളർത്തിയത്. എന്നാൽ അവൾ ധരിച്ചിരിക്കുന്ന ആ വസ്ത്രങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടുകയാണ്. ദീനിൻ്റെ മാർഗത്തിലാണെന്നാണ് എപ്പോഴും ആഗ്രഹിച്ചത് എൻ്റെ കുടുംബം. പക്ഷേ എൻ്റെ മനസ്സ് വല്ലാതെ ഇടറിപ്പോവുകയാണ്. എനിക്ക് കഴിയുന്നില്ല. റബ്ബേ, ഇനിയൊരിക്കലും ആ കാഴ്ച കാണുവാനുള്ള വിധി നീ എനിക്ക് തരല്ലേ അല്ലാ. റഹ്മാനെ, നീ എന്നെ അങ്ങ് കൊണ്ടുപോയിക്കോ. ഇക്ക, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾ നഷ്ടപ്പെട്ട എനിക്കാരാ? അല്ലാതെ ഞാൻ എന്താ പറയുക? എന്നാൽ ആ മാതാവും പിതാവും ഒരുപാട് കണ്ണീരൊഴുക്കുന്നുണ്ട്. അതെ, ആ കണ്ണീരെല്ലാം അവൾക്ക് തട്ടാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, സോലിഹായ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു കണ്ണുനീര് എല്ലാം അവൾക്കെതിരെയായിരിക്കും. അതെ, അവൾ അത്രക്കും വേണ്ടാത്ത രീതിയിൽ അത് പ്രവർത്തിച്ചു പോയതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്താക്കുവാൻ വിചാരിച്ചവർ ആക്കുള്ളൂ. അല്ലാതെ ഒരിക്കൽ പോലും ആ ഉമ്മയും ആ ഉപ്പയും കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഈ സമയം പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ അവരെല്ലാവരും ഉംറ നിർവഹിച്ചു. എന്തൊക്കെ തന്നെയാലും ഷെഫി ഉസ്താദിൻ്റെ കൂടെ വന്ന സെയ്ഫ് അറബി ഫർസാനയുടെ പിതാവിനൊപ്പം തന്നെയാണ് നടക്കുന്നത്. ഫർസാനയുടെ പിതാവായ ആ ഉസ്താദിനെ നല്ല രീതിയിൽ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല മോനെ, എനിക്ക് എൻ്റെ മോനെ പോലെ തന്നെയാണ് നീ തോന്നുന്നത്. നിന്നെ സത്യം മോനെ. അങ്ങനെ അവർ തവാഫ് ചെയ്യുമ്പോഴും സഫ മർമയിൽ നടക്കുമ്പോഴും എല്ലാം ഉംറ കർമ്മങ്ങൾക്കും അവർ ഒരുമിച്ച് തന്നെയായിരുന്നു. എന്നാൽ ഷെഫി ഉസ്താദിന് അതെല്ലാം കാണുമ്പോൾ സന്തോഷമാണ് വന്നത്. പാവം എൻ്റെ ഉസ്താദ്. ആയിക്കോട്ടെ, സന്തോഷിക്കട്ടെ, ഒരുപാട് വിഷമിച്ചതല്ലേ. അങ്ങനെ അവരുടെ ഉംറ കഴിഞ്ഞിരിക്കുന്നു. അതായത് അവർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉംറയെല്ലാം നിർവഹിച്ചു. ഇനി പരിശുദ്ധമാക്കപ്പെട്ട പുണ്യ മദീനയിലേക്ക്, ഹബീബിൻ്റെ ചാരത്തേക്ക്, മുത്ത് ഹബീബിൻ്റെ ചാരത്തേക്ക് പോകുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വല്ലാത്തൊരു സംതൃപ്തി വരികയാണ്. എന്നാലും നമ്മളെ ഷെഫിമോൻ ഉണ്ടായതുകൊണ്ട് അല്ലേ, എൻ്റെ കുട്ടിയെ പഠിച്ചോ നന്നാക്കട്ടെ. അമ്മായിയുടെ ആ ഒരു വാക്ക് ഉമ്മയോട്, എൻ്റെ കുട്ടി കുറേ അനുഭവിച്ചിരിക്കണ് വിഷമം വേദനയ്ക്ക്. എന്നാലും പടച്ച റബ്ബു എനിക്ക് ഈ ഒരു ഭാഗ്യം നൽകിയിരിക്കണ്. പുണ്യമാക്കപ്പെട്ട സ്ഥലത്ത് നിൽക്കാനും ഇവിടെ നമ്മളൊക്കെ കൊണ്ടാകാനും ഒക്കെയുള്ള ഭാഗ്യം അൽഹംദുലില്ലാ കിട്ടിയിരിക്കണ്. അതും വലിയ നിയമത്തന്നല്ലേ. ശരിയാണ്, അതെ, പടച്ച റബ്ബിൻ്റെ കുട്ടിയെ നന്നാക്കട്ടെ. എന്നാൽ ഈ സമയം ഉസ്താദ് അറബിയോട് യാത്ര പറയുകയാണ്. മോനെ, ഞങ്ങൾ മദീനയിലേക്ക് പോവുകയാണ്. നിങ്ങളിവിടെ കുറച്ച് കാലം ഉണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ. നിങ്ങൾ അറബ് വംശജരൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ഇന്ന് പോവാണ് കേട്ടോ മദീനയിലേക്ക്. ഇൻഷാ അല്ലാ നമുക്ക് വിധിയുണ്ടെങ്കിൽ പിന്നീട് കാണാം. സത്യം പറഞ്ഞാൽ ആ ഉസ്താദായ പിതാവ് അവിടെ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ സെയ്ഫ് അറബിയുടെ കൈകൾ പിടിച്ച് സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ടാണ് പോയത്. എന്നാൽ ആ പിതാവ് അകന്നു പോകുമ്പോൾ സെയ്ഫ് അറബിക്ക് തോന്നുകയാണ്, റബ്ബേ, എൻ്റെ മരണപ്പെട്ടു പോയ പിതാവ് എൻ്റെ കൂടെ കൂടുതൽ സമയം ജീവിച്ചിട്ടില്ല. അദ്ദേഹം എന്നോ പോയി പെട്ടെന്ന് തന്നെ. ഉസ്താദ് ഓരോ വാക്ക് പറയുമ്പോഴും തൻ്റെ പിതാവിൻ്റെ മുഖമായിരുന്നു സെയ്ഫ് അറബിയുടെ മുഖത്തേക്ക് വന്നത്. അതേ മുഖം. എന്നാൽ ഷെഫി ഉസ്താദിൻ്റെ ഉസ്താദ് ഒരിക്കലും അറിയുന്നില്ല ഇതെൻ്റെ മരുമകനാകാൻ പോകുന്ന ആളാണ് എന്നുള്ളതൊന്നും. ഇൻഷാ അല്ലാ ഞങ്ങൾ വരാം. അങ്ങനെ അവർ മദീനയിലേക്ക് പോകുന്നു. മദീനയിലെത്തി മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പച്ചക്കുബ്ബ കാണാൻ മനസ്സ് ഒരുപാട് കൊതിച്ചതാണ്. പക്ഷേ
ഇതുവരെയായിട്ട് ഇപ്പോഴാണ് അൽഹംദുലില്ലാഹ് അതിനുള്ള ഭാഗ്യം ലഭിക്കുന്നത്. സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി മുത്ത് ഹബീബിൻ്റെ റൗള ഷരീഫിൽ നിന്നെത്താൻ ഒരുപാട് കൊതിച്ചതാണ് അല്ലാഹ്. മരണത്തിന് മുമ്പ് ഒരിക്കലെങ്കിലും ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം. അല്ലാഹുവേ, ഹബീബിൻ്റെ പുണ്യ മദീന, പുണ്യ റൗള ഷരീഫ് കാണാതെ, അല്ലാഹുവേ, പരിശുദ്ധ മക്ക കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാഹ്. എപ്പോഴും അതായിരുന്നു ദുആ ചെയ്തിരുന്നത്. എന്നാൽ ഇന്നിതാ അത് പൂർത്തീകരിക്കാൻ പോകുകയാണ്. അതെ, ഉംറ കഴിഞ്ഞു. ഇപ്പോഴിതാ ഞങ്ങൾ പരിശുദ്ധമായ മുത്ത് ഹബീബിൻ്റെ ചാരത്തേക്ക് പോവുകയാണ്. അമ്മായിയും ഉമ്മയും ഉസ്താദിൻ്റെ ഭാര്യയും ഉസ്താദും മക്കളുമെല്ലാം വളരെയധികം സന്തോഷത്തിലാണ്. അതെ, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷരീഫിനരികിലേക്ക് പോവുകയാണെന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. റബ്ബേ, ഹബീബേ, അല്ലാഹ്, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഹൗളർ കൗസർ കുടിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഷെഫി ഉസ്താദും ഉമ്മയും കൂടെയാണ് ഇരിക്കുന്നത്. മോനെ, ഉമ്മാൻ്റെ കുട്ടിക്ക് അറബീൻ്റെ അടുത്ത് പോകണ്ടേ? അത് എന്നാൽ ഈ സമയം ഫർസാന ഒരിക്കലും അറിഞ്ഞിട്ടില്ല തൻ്റെ ഉമ്മയും ഉപ്പയും അനിയന്മാരുമെല്ലാം അവിടെ ഉള്ളത്. ഒരിക്കൽ പോലും അവളത് കണ്ടിട്ടുമില്ല, ആരും പറഞ്ഞതുമില്ല. ഒരുപക്ഷെ പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും. പക്ഷേ ഷെഫി ഉസ്താദ് അതൊരു സർപ്രൈസ് ആക്കുവാനാണ് ആഗ്രഹിക്കുന്നത്, ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാതെ. എന്നാൽ ഈ സമയം സെയ്ഫ് അറബി അതാ അവളോട് പറയുകയാണ്, ഫർസാന. അതെ, അവൾ അപ്പുറത്ത് ലേഡീസ് നിൽക്കുന്ന റൂമിലാണ് നിൽക്കുന്നത്. ഒരു ദിവസം ഉംറക്ക് പോകുവാൻ വേണ്ടി നിൽക്കുമ്പോൾ, ഫർസാന, നമുക്ക് നാളെ മദീനയിലേക്ക് പോകാം കേട്ടോ. ആ, ആയിക്കോട്ടെ, അത്യാവശ്യമൊക്കെ നീ ചെയ്തോ? എന്നെക്കൊണ്ട് കഴിയണത്ര ഞാൻ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ വിട്ട് പോകാനൊന്നും കൊതിയില്ല. എന്തൊക്കെ തന്നെയാലും നീ ആത്മാർത്ഥമായി പഠിച്ച റബ്ബിനോട് കരഞ്ഞ് ദുആ ചെയ്തില്ലേ എല്ലാ കാര്യങ്ങളും? എല്ലാം ഇപ്പോഴെൻ്റെ മനസ്സെല്ലാം ക്ലിയർ ആയ പോലെ തോന്നുന്നു. അതെ, ഇൻഷാ അല്ലാഹ്. എന്നാൽ അറബി വിചാരിക്കുകയാണ്, ഷെഫി ഉസ്താദ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു ഉംറക്ക് വരവും കണ്ടുമുട്ടലൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടായത്. അതെ, ഷെഫി ഉസ്താദ് എല്ലാം മുൻകൂട്ടി അറിയുന്നവനാണ്. മുൻകൂട്ടി അവൻ എല്ലാം കണക്കാക്കും. അതെ, പടച്ച റബ്ബിനെ കൂടുതൽ സ്നേഹിക്കുന്നവരല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിലേക്ക് ഓരോന്ന് തോന്നിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവും. ഇപ്പോൾ എൻ്റെ ഫർസാന പരിശുദ്ധയായി. അതെ, അവൾ കരഞ്ഞ് പറഞ്ഞ് അവളുടെ തെറ്റുകളെല്ലാം മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. റബ്ബേ റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാ. സെയ്ഫ് അറബി. എന്നാൽ ഈ സമയം അതാ സൈത്തൂൻ ബീവി അവർ ഉംറക്ക് പോയി. ഇടയ്ക്ക് വിളിക്കാറുണ്ട്, പക്ഷേ പറയും, സെയ്ഫ് എന്തിനെ എപ്പോഴും വിളിക്കുന്നത്? അത് ഫർസാനയെ നോക്കണേ, ഫർസാനയെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. അതൊക്കെയുണ്ട് പെണ്ണേ. അല്ല, നിങ്ങൾ ഫർസാന വളരെയധികം സേഫ്റ്റിയാണ്, നീ ആ കാര്യത്തെക്കുറിച്ച് ഒന്നും വിചാരിക്കില്ല എൻ്റെ പെണ്ണേ. അതെ, രണ്ടുപേരും ഒപ്പം ഒരുമിച്ച് കൈ പിടിച്ച് പോയിക്കൊണ്ടിട്ടോ, തിരക്കിലൊന്നും പെട്ടുപോകരുതേ. എന്താ പെണ്ണേ, ഇവിടെ ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയല്ല അള്ളാഹുവിൻ്റെ ഭവനത്തിലല്ലേ, എന്തിനെ പേടിക്കണം? പടച്ച റബ്ബില്ലേ, ഏറ്റവും വലിയവനായ അവൻ്റെ വീട്ടിലല്ലേ നമ്മൾ നിൽക്കുന്നത്. അല്ലാതെ എനിക്കറിയാം, എന്നാലും ഫർസാനെ ശ്രദ്ധിക്കണം കേട്ടോ. ഇടയ്ക്കിടെ സൈത്തൂൻ ബീവി അതായിരുന്നു വിളിച്ചു പറഞ്ഞിരുന്നത്. അതെ, ഫർസാനയും സെയ്ഫ് അറബിയും ഒരുമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ അതും വല്ലാത്തൊരു സന്തോഷമാണ്, റാഹത്താണ്. പിന്നെ ഉംറ കഴിഞ്ഞ് വന്നാൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് കാര്യമായിട്ട് ഞാൻ ഫർസാനയുടെ കൂടെ നിന്നോളാം എന്നുള്ളത്. നോക്കട്ടെ വാക്ക് പാലിക്കുമോ എന്നുള്ളത്. പാവം സൈത്തൂൻ ബേബി അപ്പോഴൊന്നും സംഭവം അറിഞ്ഞിട്ടില്ല. അതെ, നിക്കാഹ് കഴിക്കാത്ത കാര്യമൊന്നും ഇനി മുതലാണ് നിക്കാഹ് കഴിച്ചു വരിക, അതൊന്നും അറിയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട അറബിയുടെ കുഞ്ഞ് തന്നെയാണ് നൂറുദ്ദീൻ മോൻ എന്നുള്ള ആ ഒരു ചിന്തയിലുമാണ് അവൾ. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ വളരെയധികം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് അതിനെ സംരക്ഷിക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദും ഉമ്മയും ഉസ്താദും ഭാര്യയും മക്കളും അമ്മായിയുമെല്ലാം പരിശുദ്ധ മദീനയിലെത്തുകയാണ്. ദൂരെ നിന്നും ആ ഒരു പച്ചക്കുബ്ബ കാണുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അവർ വിതുമ്പുകയായിരുന്നു. അതെ, മുത്ത് ഹബീബിൻ്റെ ചാരത്തെത്തിയപ്പോൾ ആർക്കും
അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അറിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അള്ളാഹുവിൻ്റെ ഹബീബേ, അല്ലാ, ഞങ്ങൾക്ക് വേണ്ടി കരഞ്ഞ ഹബീബേ, യാ ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട് അതേ സ്വർഗത്തിൽ എല്ലാവരും കയറിപ്പോകുമ്പോഴും മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണീരോടെ നിൽക്കുന്നുണ്ടാവും അത്രേ. പക്ഷേ എന്തായിരിക്കും അത്രേ, യാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത്, അതെ നമുക്ക് വേണ്ടിയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. എൻ്റെ ഉമ്മത്ത് സ്വർഗത്തിൽ കയറിയാലാണ് മുത്ത് ഹബീബിന് സന്തോഷമുള്ളൂ. യാ ഉമ്മത്തി എപ്പോഴും അതായിരുന്നു ഉരുവിട്ടിരുന്നത്. നമ്മൾക്ക് വേണ്ടി ഇത്രക്കും ത്യാഗം സഹിച്ച മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതെ ഹബീബിനെ നമ്മൾ കാണുമ്പോൾ, ഒന്നുമില്ലെങ്കിൽ ആ പച്ചക്കുബ്ബ കാണുമ്പോൾ നമുക്ക് വേണ്ടി ഇത്രയധികം ത്യാഗം സഹിച്ച എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹ് അവിടെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ നെഞ്ച് പൊട്ടിപ്പോവും. മദീനയിൽ നിന്ന് വേർപിരിയാൻ കഴിയില്ലല്ല. ഹബീബിൻ്റെ മണിയറ കാണുവാൻ അല്ലാഹ്. അങ്ങനെ അതാ അവരെല്ലാവരും ആ പച്ചക്കുബ്ബ കാണുമ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു. അല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബി, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. വിതുമ്പുന്ന ചുണ്ടുകളോടെ, നിറയുന്ന കണ്ണുകളോടെ, പിടയുന്ന ഹൃദയത്തോടെ ഹബീബിൻ്റെ ചാരത്തെ കടക്കുമ്പോൾ ആരുടെയും ഹൃദയം ഒന്ന് പൊട്ടിപ്പോവും. എല്ലാവരും കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ടായിരിക്കും ഹബീബിൻ്റെ ചാരെ നിൽക്കുക. അതെ, ഹബീബിനോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ അത്രമാത്രം പതിഞ്ഞതാണെങ്കിൽ അല്ലാഹ് റബ്ബേ. അങ്ങനെ അത് അവരെല്ലാവരും പരിശുദ്ധമാക്കപ്പെട്ട ആ ഒരു റൗള ഷെരീഫിൻ്റെ അരികിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഒരു നിമിഷം ഷെഫി ഉസ്താദ് കരഞ്ഞുപോയി. റബ്ബേ, അല്ലാഹ്, ചില ലക്ഷ്യങ്ങളുണ്ട് റഹ്മാനെ. ഹബീബേ, അങ്ങയുടെ ചാരത്ത് ഒരു നിക്കാഹ് കർമ്മത്തിന് വേണ്ടി കൂടി വന്നതാണ് ഞാൻ. അല്ലാഹ്, നീ അതിൽ റഹ്മത്തും ബർക്കത്തും ചൊരിയണം അല്ലാഹുവേ. നിൻ്റെ പ്രിയപ്പെട്ട മുത്ത് ഹബീബിൻ്റെ ചാരത്താണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് റഹ്മാനെ. ചില ലക്ഷ്യങ്ങളുണ്ട് എൻ്റെ വരവിന്. അതെ, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ മകളുടെയും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സെയ്ഫ് അറബിയുടെയും നിക്കാഹ് കർമ്മം മുത്ത് ഹബീബിൻ്റെ ചാരത്ത് വെച്ചാണ് റഹ്മാനെ ഞാൻ നടത്തി കൊടുക്കുവാൻ തീരുമാനിക്കുന്നത്. അല്ലാഹ് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. കണ്ണീരോടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരെ നിന്ന് പടച്ച റബ്ബിനോട് ഷെഫി ഉസ്താദ് ദുആ ചെയ്യുകയാണ്. അതെ, സെയ്ഫ് അറബിയും ഫർസാനിയും നാളെ എത്തും. അവരും സിയാറത്ത് ചെയ്ത ശേഷം അല്ലാഹുവേ, ഈ തിരുമുറ്റത്ത് ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ഷെഫി ഉസ്താദ് വിതുമ്പുകയായിരുന്നു. ഒരു പക്ഷേ എൻ്റെ ഉസ്താദ് ഇത് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്രമാത്രം സന്തോഷിക്കുന്ന എനിക്കറിയുന്നില്ല റബ്ബേ. കാരണം ആ പിതാവിന് ആഗ്രഹമുണ്ടായിരുന്നു തൻ്റെ മകൾക്ക് വേണ്ടി കൈ പിടിച്ചു കൊടുക്കണം, എൻ്റെ മകളെ നിനക്ക് ഇണയാക്കി തന്നിരിക്കുന്നു എന്നുള്ളൊരു വാക്ക് ചൊല്ലാൻ. പക്ഷേ അതിനൊന്നും കാത്തു നിൽക്കാതെ അവൾ പോയി. എന്നാലും അൽഹംദുലില്ലാ, വൈകിയാണെങ്കിലും തിരിച്ചു വന്നിരിക്കുന്നു ആ ഒരു വസന്തം എൻ്റെ പ്രിയപ്പെട്ട സെയ്ഫ് അറബിക്ക് വേണ്ടിയിട്ട്. അതെ, ഞാൻ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സമ്മാനമായിരിക്കും അത്. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിന് വേണ്ടിയിട്ട് എനിക്കിതിനേക്കാൾ വലിയൊരു സന്തോഷവും സമ്മാനവും കൊടുക്കാൻ ഇനി വേറെയില്ല അല്ലാ. ഹബീബിൻ്റെ ചാരത്ത് വെച്ച് ഞാൻ ആ നിക്കാഹ് കർമ്മത്തിന് നേതൃത്വം നൽകും. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ കൈകളും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സെയ്ഫ് അറബിയുടെ കൈകളിൽ ഏൽപ്പിച്ച് അതാ ഫർസാനിയെ ഏൽപ്പിക്കുന്നു എന്നുള്ള ആ ഒരു വാക്ക് ഈ ഹബീബിൻ്റെ തിരുമുറ്റത്ത് നിന്ന് അത് ചൊല്ലുമ്പോൾ റഹ്മാനെ, അല്ലാഹുവേ, നിൻ്റെ മലക്കുകളെ ഇറക്കി നീ ഞങ്ങൾക്ക് ആമീൻ പറയാൻ സഹായിക്കണേ അല്ലാഹ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികത്താണ് ഞങ്ങളുള്ളത്. ഷെഫി ഉസ്താദ് ഓരോന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അതെ, തൻ്റെ ലക്ഷ്യം ഇവിടെ വെച്ച് പൂർത്തിയാകും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹബീബിൻ്റെ ചാരത്ത് പോയി അവിടെ പോയി നിസ്കരിച്ച് ദുആ ചെയ്ത് അവർ റൂമിലേക്ക് മടങ്ങുകയാണ്. എന്നാൽ അവിടെ നിന്ന് തിരിച്ചു പോരാൻ ഉസ്താദിന് ആവുന്നുണ്ടായിരുന്നില്ല. ഉസ്താദേ, നേരേതാ ഷെഫി ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ അരികിലേക്ക്. ഉസ്താദേ, എന്താ ഉസ്താദേ,
നമുക്ക് പോകാനുള്ള സമയമായി. നമ്മൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു. ആളുകൾ ക്യൂ നിൽക്കുന്നു. ഉസ്താദേ, വരും, നമുക്കിനി റൂമിലേക്ക് പോകാം. ഒരുപാട് യാത്ര ചെയ്തതല്ലേ, അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടാവും. ഒന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ. മോനെ ഷെഫി, എൻ്റെ കുട്ടി, എൻ്റെ കുട്ടി. ഉസ്താദേ, എന്ത് നിങ്ങൾക്കറിയുന്നത്? എൻ്റെ മോളടാ, എനിക്ക് നഷ്ടപ്പെട്ടു പോയി എൻ്റെ മോള്. അവളെവിടെയായിരിക്കും? അവളുടെ ജീവിതം. ഉസ്താദേ, നിങ്ങൾക്കറിയല്ലേ? ഇൻഷാ അല്ലാ, ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനും കരുണാനിധിയുമാണ്. ആരെയും അവൻ എടങ്ങാറാക്കില്ല, ബുദ്ധിമുട്ടാക്കില്ല. നമ്മൾ പടച്ച റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം. അതെ, എങ്കിൽ അള്ളാഹുവിൻ്റെ തിരുനോട്ട് നമുക്കുണ്ടാകും. നമ്മൾ ചോദിക്കണം, എനിക്കെൻ്റെ നഷ്ടപ്പെട്ട മകളെ തിരിച്ചു തരണമെന്ന് നിങ്ങൾ ചോദിക്കണം. മോനെ, എൻ്റെ കുട്ടിയുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തിട്ടുണ്ടാവോ? എൻ്റെ കുട്ടി അറിയാതെ. ഉസ്താദെ, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കല്ലേ, എല്ലാം റെഡിയാകും. അതൊക്കെ എപ്പോഴും റെഡിയായി കഴിഞ്ഞല്ലേ. പടച്ച റബ്ബ് അള്ളാഹു നമുക്കുണ്ടെങ്കിൽ പിന്നെ നാം എന്തിനു ഭയക്കണം? ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ഉസ്താദിന് അല്പം ആശ്വാസം തോന്നുകയാണ്. വരി ഉസ്താദെ, ഒരു നിമിഷം ഉസ്താദ്, റബ്ബേ, എനിക്കിങ്ങനെ ഒരു മകൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആ ഒരു ശിശുവിനെ കിട്ടിയതിൽ റഹ്മാനെ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. ഒരു നിമിഷം ഷെഫി ഉസ്താദിനോട് അതാ ഉസ്താദ് ചോദിക്കുകയാണ്, അല്ല മോനെ, നമ്മൾ മക്കയിൽ വെച്ച് കണ്ട ആ ഒരു അറബി എത്ര നല്ല സ്വഭാവത്തിനുടമ അല്ലേ? ശരിക്കും വളരെയധികം താഴ്മയോടെ എന്നോടൊക്കെ പെരുമാറുന്നത് കണ്ടിട്ട് മോനെ ഞാൻ വിചാരിച്ചു പോയി, ഇത്രയധികം നല്ല സ്വഭാവത്തിലുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ റബ്ബേ എന്ന് വിചാരിച്ച്. എത്ര ബഹുമാനത്തോടെയാണ് എന്നോട് അദ്ദേഹം പെരുമാറുന്നത്. അതും ഇവിടെയുള്ളൊരു അറബി എന്നോട് അത്രമാത്രം. ഉസ്താദേ, അത് എന്താണെന്നറിയില്ലടാ. ഇനി എന്ന് കാണാൻ കഴിയുമെന്നാവല്ലേ അവരെയൊക്കെ. എൻ്റെ മോന് കാണുകയാണെങ്കിൽ അന്വേഷണം പറയാൻ കേട്ടോ, ദുആ ചെയ്യാൻ പറയാം കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ആ മുഖം കണ്ട് മനസ്സൊന്നും മായണില്ല. എന്നാൽ ഒരിക്കൽ പോലും അദ്ദേഹം അറിയുന്നില്ലല്ലോ നാളെ എൻ്റെ പ്രിയപ്പെട്ട മകളെ കൈപിടിച്ച് ഏൽപ്പിക്കാനുള്ള ആളാണതെന്ന്. അപ്പോഴൊന്നും ഷെഫി ഉസ്താദ് ആ സർപ്രൈസ് പുറത്ത് വിട്ടതുമില്ല. ഉസ്താദെ, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നവരെ ദുആ ചെയ്ത പടച്ചോൻ കാണിച്ചിരുന്നാണല്ലോ. അതെ, നമ്മൾ ഹബീബിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷരീഫ് കാണാൻ കരഞ്ഞ് ദുആ ചെയ്തവരാണ്. ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മളിവിടെ എത്തി. ഹബീബിൻ്റെ ചാരത്ത് ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മൾ സലാം പറഞ്ഞു. അതെ, അള്ളാഹുവിൻ്റെ നിഅമത്ത് കൊണ്ട് മാത്രമാണ് നമ്മൾ എത്തിയത്. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ, നിങ്ങൾ ദുആ ചെയ്യൂ. നിങ്ങളുടെ ദുആ പടച്ച റബ്ബ് സ്വീകരിക്കും. അതെ, ആ വ്യക്തിയെ നിങ്ങൾ കാണുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ സത്യമായിട്ടും. അങ്ങനെ അവർ റൂമിലേക്ക് പോവുകയാണ്. അവിടെ എല്ലാ തരത്തിലുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമുള്ളതെടുത്ത് കഴിക്കാം. കേരള ഫുഡ് വേണമെങ്കിൽ അങ്ങനെ, അറബിക് ഫുഡ് വേണമെങ്കിൽ അങ്ങനെ, ഏത് രാജ്യക്കാരുടെ ഫുഡ് വേണമെങ്കിലും അവിടെ അവൈലബിൾ ആയിരുന്നു. മനസ്സിനുള്ളിലെ ആ ആഗ്രഹം അതൊക്കെ അങ്ങ് റാഹത്തായി കഴിഞ്ഞില്ലടി. അമ്മായിയുടെ ആ ഒരു വാക്ക് കേട്ട് ഉമ്മ പറഞ്ഞു, അതെ, ഇനി മരിച്ചാലും വേണ്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പുണ്യമാക്കപ്പെട്ട കഅബ ഷരീഫും കണ്ടു. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിയുറങ്ങുന്ന റൗള ഷരീഫും കണ്ടു. ഇനി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോയാലും വേണ്ടില്ല. എന്നാൽ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ അല്പവേദനയോടെ അതാലോചിച്ചു. റബ്ബേ, എൻ്റെ കുട്ടി, എൻ്റെ കുട്ടി. അതെ, എൻ്റെ ഷെഫി, അവളെ ഉപേക്ഷിച്ച് പോയ ആ പെണ്ണിനെ കുറിച്ച് ഓർത്തു. അല്ലാ, എന്ത് തെറ്റ് ചെയ്തിട്ട് റബ്ബേ എൻ്റെ കുട്ടിയെ ഉപേക്ഷിച്ച് അവൾ പോയത്? എന്തിനാ റബ്ബേ ഇത്രയധികം സങ്കടപ്പെടുത്തുന്നത് എൻ്റെ കുട്ടിയെ? റബ്ബേ, എൻ്റെ കുട്ടിയെ നീ എന്തിനാ റബ്ബേ പരീക്ഷിക്കില്ലല്ല. എൻ്റെ കുട്ടി പാവാണ്. ചെറുപ്പം മുതൽ എന്നെ ഉപ്പയില്ലാതെ വളർന്നു. ആ ഉസ്താദായിരുന്നു ഓനെ വളർത്തിയത്. എൻ്റെ കുട്ടി ജീവിതത്തിൽ സന്തോഷം എൻ്റെ കുട്ടി എന്താ അനുഭവിച്ചിട്ടില്ല. ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ, ഇപ്പോഴും ഇതാ അങ്ങനെ തന്നെ വേദനകൾ മാത്രം സഹിച്ചു കൊണ്ടാണ് എൻ്റെ കുട്ടി. എന്നാൽ അതിനിടയിൽ ഹാഫിളായി എന്നുള്ള ആ ഒരു വലിയൊരു കാര്യം തന്നെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഷെഫി ഹാഫിളാണെന്നുള്ള ആ ഒരു സമാധാനമാണ്. ഹാഫിളായവരെ മണ്ണ് തൊടില്ല എന്നാണല്ലോ. അതെ റഹ്മാനെ, എൻ്റെ കുട്ടിക്ക് ഈ ലോകത്ത് റഹ്മാനെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നാളെ പരലോകത്ത് റഹ്മാനെ
എൻ്റെ കുട്ടിക്ക് നീ ഉന്നത സ്ഥാനം നൽകണേ. ആ മാതാവ് കരഞ്ഞുകൊണ്ടായിരുന്നു ദുആ ചെയ്തിരുന്നത്. പെട്ടെന്ന് ഷെഫി ഉസ്താദ് ഉമ്മയുടെ അരികിലേക്ക് വന്നു. മോനെ, ഉമ്മ എന്താ വല്ലാണ്ട് കരഞ്ഞിരിക്കുന്നല്ലോ. ഉമ്മയുടെ കണ്ണുകൾ പതുക്കെ അവൻ തോർത്തി കൊടുത്തു. എന്തുമ്മാൻ്റെ കവിളിലൊക്കെ കണ്ണുനീര് നല്ല ഒഴിച്ച് വന്നിട്ടുണ്ടല്ലോ, എന്ത് പറ്റി? നമ്മൾ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചില്ല. എൻ്റെ ഉമ്മാൻ്റെ ആഗ്രഹമായിരുന്നല്ലോ ഉംറ ചെയ്യണം, ഹബീബിൻ്റെ ചാരത്ത് ചെല്ലണം എന്നൊക്കെ. ഇപ്പം അതൊക്കെ റാഹത്തായി കഴിഞ്ഞില്ലേ മോനെ? എല്ലാത്തിനും കാരണക്കാരൻ്റെ കുട്ടിയാണല്ലോ. എൻ്റെ കുട്ടിയെ ഞാൻ പ്രസവിച്ചത് കൊണ്ടല്ലേ എനിക്ക് ഈ ഭാഗ്യം ലഭിച്ചത്. ആ ഉമ്മ വീണ്ടും വിതുമ്പണേ. എന്താ ഉമ്മ? അതിന് കാരണക്കാർ എൻ്റെ ഉമ്മയല്ലേ? എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചത് കൊണ്ടല്ലേ എനിക്കിവിടെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായത്? എൻ്റെ ഉമ്മ ഉണ്ടായത് കൊണ്ടല്ലേ ഞാനുണ്ടായത്. മോനെ, ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്തോ എൻ്റെ പൊന്നും മോനെ. ഉപ്പ ഒരുപാട് ആഗ്രഹിച്ചതായിട്ടുണ്ടാ ഇതൊക്കെ. എൻ്റെ കുട്ടിയെ പള്ളി ദർസിൽ പഠിപ്പിക്കണം, ഹാഫിളാക്കണം, ഉപ്പാൻ്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു. എന്നാൽ അതൊക്കെ അൽഹംദുലില്ലാ റാഹത്തായി. പിന്നെ ഉപ്പാക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഉംറ ചെയ്യാൻ. ഉപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ വന്ന് ചെയ്തോണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഉമ്മാൻ്റെ കുട്ടിയുടെ ജീവിതത്തിൽ ഒരുപാട് വേണ്ടുമ്മ, അതിനെക്കുറിച്ച് ഇനി പറയണ്ട. എല്ലാം അള്ളാഹുവിൻ്റെ വിധിയെന്ന് ഓർത്ത് ഞാൻ സമാധാനിക്കുകയാണ്. ഷെഫി ഉസ്താദിൻ്റെ ഇടറിയിരുന്നു. ഒരു നിമിഷം ആ ഉമ്മ, എൻ്റെ മോൻ കരയരുത്, എൻ്റെ മോൻ എന്നല്ലെങ്കിൽ നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു ജീവിതം നൽകിയിരിക്കും, അതുറപ്പാണ്. എൻ്റെ കുട്ടി ഒരാളെയും ഉപദ്രവിച്ചിട്ടില്ലല്ലോ, വിഷമിപ്പിച്ചിട്ടില്ലല്ലോ. അതിനുള്ള പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ മോൻക്ക് നൽകിയിരിക്കും. സാരല്ലമ്മ. പ്രവാചകന്മാരൊക്കെ എത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ചവരാണ്, എത്ര ത്യാഗങ്ങൾ സഹിച്ചവരാണ്. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ എത്ര ശരിയാണ് മോനെ. അള്ളാഹുവിൻ്റെ കുട്ടിക്ക് ക്ഷമിക്കാനുള്ള ശക്തി നൽകട്ടെ. ആ ഉമ്മ ആ മകനെ പിടിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അങ്ങനെ ആ ദിവസം ആ രാത്രി ഹബീബിൻ്റെ ചാരത്തുള്ള ആ ഒരു ഫ്ലാറ്റിൽ അവർ ഉറങ്ങി. പിറ്റേ ദിവസമാണ് നമ്മുടെ ദമ്പതികൾ എത്തുന്നത്. അതെ, ദമ്പതികളാകാൻ പോകുന്ന സെയ്ഫ് അറബിയും ഫർസാനയും എത്തുകയാണ്. ഷെഫി എവിടെയാണ് റൂം എടുത്തത്? ഞങ്ങൾ കുറച്ചപ്പുറത്താണ്, കുറച്ച് നടക്കാനേ ഉള്ളൂ. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അങ്ങനെ അതാ സെയ്ഫ് അറബിയും അവളും പുറപ്പെടുകയാണ്. ഫർസാൻ, നമ്മളെങ്ങോട്ട് പോകുന്ന എനിക്കറിയോ? മദീനയിലേക്ക്. അർബ, എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സാകെ ക്ലിയർ ആയിരിക്കുകയാണ്. എനിക്കറിയില്ല, ഒരു നിമിഷം ഞാൻ ചെയ്തു പോയ തെറ്റുകൾ അതെല്ലാം ഞാൻ കരഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ എത്രമാത്രം പാപിയാണെന്ന് വിചാരിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെ, തൻ്റെ അനിയത്തിമാരൊക്കെ വേദനിപ്പിച്ച് ഞാൻ അവിടുന്ന് വേണ്ടില്ലായിരുന്നു. എന്ത് ചെയ്യാൻ? ആ നിമിഷത്തെ ബുദ്ധി. സാരമില്ല, നീ അതിനെക്കുറിച്ച് ഇനി പറയണ്ട. അതെല്ലാം പടച്ച റബ്ബ് നിനക്ക് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട മോളെ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നീ കരഞ്ഞ് പറഞ്ഞതാണല്ലോ, നീ ഇപ്പോൾ ക്ലിയറാണ് മോളെ. ഒരു നിമിഷം അദ്ദേഹം വിചാരിച്ചു, റബ്ബേ, എല്ലാത്തിനും കാരണക്കാരൻ ഷെഫി ഉസ്താദ് തന്നെയാണ്, ഇതൊന്നും വിചാരിച്ചിട്ടില്ല. അങ്ങനെ അവർ ആ രാത്രി മദീനയിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നാളെ ആയിരിക്കും ഇൻഷാ അല്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ട മദീനയിലെത്തുന്നത്. മദീനയിലെത്തി മുത്തഹബീബിൻ്റെ ചാരത്ത് പോയി സലാം പറഞ്ഞ് അവിടുന്ന് സമ്മതം ചോദിക്കണം. അള്ളാഹുവിൻ്റെ ഹബീബേ, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ ഇതാ ഫർസാന എന്ന അവളെ വിവാഹം കഴിക്കുകയാണ്. റഹ്മാനെ, നിക്കാഹ് കഴിക്കുകയാണ് ഹബീബിൻ്റെ സമ്മതത്തോടെ. അള്ളാഹുവേ, നീ സ്വീകരിക്കണം. റഹ്മാനെ, ഹബീബിൻ്റെ ചാരത്ത് വെച്ച് ഫർസാനിയെ നിക്കാഹ് ചെയ്യുമ്പോൾ അതിന് വളരെയധികം പവിത്രതയുണ്ടായിരിക്കും. അതും ഉംറ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ആ പരിശുദ്ധതയോടെ തന്നെ അവളെ നിക്കാഹ് കഴിക്കണം. അതായിരുന്നു അറബി ആഗ്രഹിച്ചതും ഷെഫി ഉസ്താദ് ആഗ്രഹിച്ചതും. അതെ, ഒരു തെറ്റും ചെയ്യാത്ത രീതിയിൽ നല്ല ശുദ്ധമനസ്കയായിക്കൊണ്ടിരിക്കുന്ന അവളെ നിക്കാഹ് കഴിക്കാൻ അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ട് ഒരു കാവലതിനുണ്ടാകും. അതെ, അള്ളാഹുവിൻ്റെ തൃപ്തി നേടി ഉംറയെല്ലാം ചെയ്തതിന് ശേഷമാണ് മദീനയിലേക്ക് മടങ്ങുന്നത്. അവിടെ എത്തി അതാ ഹബീബിൻ്റെ ചാരത്ത് പോയി സിയാറത്ത് ചെയ്ത് അങ്ങനെ അതാ ആ മദീനയുടെ തിരുമുറ്റത്ത്
ഒരു നിക്കാഹ് കർമ്മത്തിന് വേണ്ടി ഒരുങ്ങിപ്പോവുകയാണെന്നറിഞ്ഞപ്പോൾ സെയ്ഫ് അറബിയുടെ മനസ്സൊന്ന് പിടിച്ചു. ഒരു നിമിഷം തൻ്റെ സെയ്ത്തൂനെ ഓർത്തു. ഇല്ല, എൻ്റെ സെയ്ത്തൂന് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു സമ്മാനമായിരിക്കും അത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സെയ്ത്തൂൻ ഉംറ കഴിഞ്ഞ് വന്നാൽ തീർച്ചയായും ഞാൻ കാര്യമായിട്ട് ഫർസാനയോടൊപ്പം ആയിരിക്കുമെന്ന്. അത് കണ്ടപ്പോൾ അവൾ ചിരിക്കുകയാണ് ചെയ്തത്. ആ വാക്ക് കേട്ടപ്പോൾ അവൾ ചിരിച്ചു പറഞ്ഞു, എനിക്ക് വാക്ക് തരണം, അതെ എനിക്ക് വാക്ക് തരണം. അങ്ങ് ഉംറ കഴിഞ്ഞ് വന്നാൽ കൂടുതൽ സമയം അവളോടൊപ്പം ചിലവഴിക്കുമെന്ന് എനിക്ക് വാക്ക് തരണം. അവളുടെ കൈ തൊട്ടിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളത്, ഇൻഷാ അല്ലാ എന്നൊരു വാക്കും. അങ്ങനെ ഇപ്പോഴിതാ ഉംറ കഴിഞ്ഞു, ഞങ്ങളിതാ തിരിച്ച് പോവുകയാണ് മദീനയിലേക്ക്. മദീനയുടെ ആ തിരുസന്നിധിയിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. മുത്ത് ഹബീബിൻ്റെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഫർസാന. അതെ, ഹബീബിൻ്റെ ചാരത്തേക്ക് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. ധാരാളമായി ചൊല്ലി ഹബീബിൻ്റെ അടുക്കലെത്തുകയാണല്ലോ. ഒരിക്കൽ പോലും അവൾ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല ഇങ്ങനെ ഒരു ഭാഗ്യമെന്നും. എന്നാൽ ഹബീബിൻ്റെ ചാരത്തേക്ക് പോകുമ്പോൾ ആ ഒരു പച്ചക്കുബ്ബ അവളും കാണുകയാണ്. മാഷാ അല്ലാ, അതെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ റൗള ഷെരീഫാണ് ആ കാണുന്നത്. റഹ്മാനെ, ഒരു നിമിഷം ആരും കരഞ്ഞു പോകും. അവിടെ എത്തിയവരെല്ലാം കണ്ണുനീർ ഒഴുക്കാത്തവർ ഒരു പക്ഷേ ഹബീബിനോട് സ്നേഹമില്ലാത്തവരായിരിക്കും. ആരും കരഞ്ഞു പോകുന്ന ആ ഒരു കുബ്ബ കാണുമ്പോൾ, ആ പരിശുദ്ധമാക്കപ്പെട്ട റൗള ഷെരീഫ് കാണുമ്പോൾ റഹ്മാനെ അല്ലാ, ആരുടെയും ഹൃദയമൊന്ന് പൊട്ടിപ്പോകും. അങ്ങനെ അതാ നമ്മുടെ ഫർസാനയും അറബിയും ഹബീബിൻ്റെ ചാരത്തെത്തുന്നു. ഒരു പക്ഷേ ഈ രാവ് പുലർന്നു കഴിഞ്ഞാൽ അവിടെ പരിശുദ്ധമായ നിക്കാഹായിരിക്കും നടക്കുക. അതേ തിരുസന്നിധിയിൽ വെച്ച് ഷെഫി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ സെയ്ഫ് അറബിക്കും ഫർസാനക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഭാഗ്യം, ആ പുണ്യഭൂമിയിൽ വെച്ച് ആ ഒരു നിക്കാഹ് കർമ്മം, അതിനുവേണ്ടി നേതൃത്വം നമ്മുടെ ഷെഫി ഉസ്താദ്. മാത്രമല്ല ആ പിതാവും മാതാവും ഞെട്ടുന്ന രീതിയിലായിരിക്കും ആ ഒരു കല്യാണം അവിടെ നടക്കുക. എന്തിനേറെ ഫർസാന വരെ ഞെട്ടിത്തെരിച്ചു പോവും. അതേ, തൻ്റെ പ്രിയപ്പെട്ട പിതാവ് നിക്കാഹ് കർമ്മത്തിന് വേണ്ടി എത്തിയിരിക്കുന്നു. അതേ, എനിക്കൊരിക്കൽ പോലും പ്രതീക്ഷിക്കാതെ. അല്ലാ, എന്തായിരിക്കും അവരുടെ മനസ്സിലെ സന്തോഷം. ഇൻഷാ അല്ലാ നാളെയാണ് ആ ദിവസം. പുണ്യമാക്കപ്പെട്ട മദീനയിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട സെയ്ഫ് അറബിയുടെയും ഫർസാനയുടെയും നിക്കാഹിന് നേതൃത്വം നൽകുവാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ ഷെഫി ഉസ്താദ്. ആ രാത്രി മുഴുവൻ ഷെഫി ഉസ്താദ് ദുആ ചെയ്യുകയായിരുന്നു. അള്ളാഹുവേ, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. നല്ല രീതിയിൽ നിക്കാഹ് കർമ്മങ്ങൾ അള്ളാഹുവെ നടത്തുവാനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാ. റഹ്മാനെ, ഞങ്ങൾക്ക് നീ തുണയേകണം റഹ്മാനെ. ഷെഫി ഉസ്താദ് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ പ്രിയപ്പെട്ട മുത്തുമണികളാണ്. നിങ്ങളുടെ കമൻറ്റുകൾ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിന്. നിങ്ങളുടെ കമൻറ്റുകളാണ് എന്നെ വീണ്ടും വീണ്ടും കഥ പറയാൻ പ്രേരിപ്പിക്കുന്നത്. അതെ, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്റ്റോറി കാണുന്ന എല്ലാവർക്കും, അവരുടെ കുടുംബങ്ങൾക്കൊക്കെ, എല്ലാവർക്കും, നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കമൻ്റ് എഴുതാൻ അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും കേട്ടോ. പ്രായമായവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. 75, 78 പ്രായമായവരൊക്കെ നമ്മുടെ സ്റ്റോറി കേൾക്കുന്നുണ്ട്. അവർക്ക് കമൻ്റ് എഴുതാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കോളുകളും ഒക്കെ വരാറുണ്ട് കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അതുപോലെ മരണം ഹൈറാകുമ്പോൾ അല്ലാഹ് നമുക്കെല്ലാവർക്കും ഈമാനോട് കൂടി മൗത്താകാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. പ്രത്യേകമായിട്ട് നിങ്ങൾ ദുആ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. നമ്മളെ ഇടയിൽ പരിശുദ്ധമാക്കപ്പെട്ട ഉംറ ചെയ്യാൻ മുത്ത് ഹബീബിൻ്റെ ചാരത്ത് പോകാൻ ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. പോയോലും ഉണ്ടാകും, പോകാത്തവരും. ഇനി പോകാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ അള്ളാഹു അവിടെ പോകുവാനും മുത്ത് ഹബീബിൻ്റെ ചാരത്ത് പോയി സലാം പറയുവാനും പരിശുദ്ധമായ ഹജ്ജും ഉംറയൊക്കെ നിർവഹിക്കാനുള്ള ഭാഗ്യം
അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വിനീതയുടെയും വല്ലാത്തൊരു ആഗ്രഹമാണ് പരിശുദ്ധ മക്കയിലേക്ക് പോകുക, ഹബീബിൻ്റെ ചാരത്ത് പോകുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക. നമുക്കെല്ലാവർക്കും അതിനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.